വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജ് സമർപ്പിച്ച ഒരു പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളടക്കം വലിയ വിവാദമായതാണ് ഈ ഹർജി. ബി.ജെ.പി. നേതാവിന്റെ ഹർജിയെ പിന്തുണയ്ക്കുന്നതായി സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചത് വിവാദമായിരുന്നു. സർക്കാർ നിലപാട് പരിഗണിച്ച് വഖഫ് ബോർഡിന്റെ പ്രവർത്തനം ഹൈക്കോടതി തടഞ്ഞിരുന്നു. എന്നാൽ ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് വഖഫ് ബോർഡ് അനുകൂല വിധി സമ്പാദിക്കുകയായിരുന്നു. കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം കെ ഉമേഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എന്തായാലും നിർണായകമായിട്ടുള്ള ദിവസമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളടക്കം സർക്കാരിൻ്റെ മലക്കം മറിച്ചിൽ, അതായത് UDFന്റെ മലക്കം മറിച്ചിൽ, മുൻ നിലപാടിൽ നിന്നൊരു മാറ്റമാണ് ഹൈക്കോടതിയിൽ കാണാനായത്. സുപ്രീം കോടതിയിലും സമാനമായിട്ടുള്ള ഒരു നിലപാട് ആവർത്തിക്കുന്ന സ്ഥിതിയാണ്. എന്തായാലും ഹൈക്കോടതി ഇന്ന് വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ സർക്കാരിൻ്റെ ആ നയത്തിൽ, തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. ഗുഡ് മോർണിംഗ് അക്ഷയ്. ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വളരെ നിർണായകമാണ് ഇന്നത്തെ ദിവസം. അതിൻ്റെ കാരണം ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ബോർഡ് പുനഃസംഘടിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഷോൺ ജോർജിൻ്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ഹർജിയിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ നേരത്തെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിലെ പ്രധാന ഭാഗം സുപ്രീം കോടതി ഇടപെട്ട് റദ്ദാക്കിയതിന് ശേഷം ആണ് ഇന്ന് ഒരിക്കൽ കൂടി ഈ ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഈ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചപ്പോഴായിരുന്നു സംസ്ഥാന സർക്കാർ അവരുടെ നിലപാട് വ്യക്തമാക്കിയത്. എന്ന് വെച്ചാൽ ഈ BJP വൈസ് പ്രസിഡന്റായ ഷോൺ ജോർജിൻ്റെ ആവശ്യങ്ങൾ എന്താണോ അതിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരായി ഹൈക്കോടതി അറിയിച്ചത്. ആ അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിലപാട് കൂടി കണക്കിലെടുത്തായിരുന്നു ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അങ്ങനെ ഒരു ഉത്തരവ് അന്നുണ്ടായത്. ആ ഉത്തരവ് എന്ന് പറയുന്നത് ഈ വഖഫ് ബോർഡിൻ്റെ നിയന്ത്രണം, നിലവിലുള്ള വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി ആ പ്രവർത്തനം നിർത്തിക്കൊണ്ട്, അത് പ്രവർത്തനത്തിൻ്റെ തടസ്സം അല്ലെങ്കിൽ അത് നിർത്തിക്കൊണ്ടുള്ള ഉത്തരവാണ് അന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. മാത്രമല്ല വഖഫ് വകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറിക്ക് ഇതിൻ്റെ ചുമതല നൽകുകയും ചെയ്തു. ആ ഭാഗമാണ് സുപ്രീം കോടതി ഇടപെട്ട് ഇന്നലെ നീക്കിയത്. സുപ്രീം കോടതി അത് ഇടപെടാൻ കാരണം മുസ്ലിം ലീഗ് വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചു. ഈ വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് അങ്ങനെ വഖഫ് വകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറി ഇതിൽ ചുമതല വഹിക്കേണ്ടതില്ല, വഖഫ് ബോർഡിന് പ്രവർത്തനം തുടരാം എന്ന നിലപാടിലേക്ക് സുപ്രീം കോടതി പോയത്. അത് ബോർഡിനെ സംബന്ധിച്ച വലിയ ആശ്വാസമാണ്. പക്ഷേ സുപ്രീം കോടതിയിലും ഈ ഹൈക്കോടതിയിൽ എന്താണോ സംസ്ഥാന സർക്കാർ നിലപാടെടുത്തത് അതേ നിലപാട് തന്നെ സുപ്രീം കോടതിയിലും സ്വീകരിക്കുകയുണ്ടായി. എന്ന് വെച്ചാൽ ഈ വഖഫ് ഭേദഗതി നിയമത്തിലെ 14-ാം വകുപ്പ് അനുസരിച്ച് അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ബോർഡ് പുനഃസംഘടിപ്പിക്കണം എന്ന ആവശ്യമാണ് ഷോൺ ജോർജ് മുന്നോട്ട് വെച്ചത്. ആ ആവശ്യത്തോട് യോജിക്കുന്നു. അങ്ങനെ അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ബോർഡ് പുനഃസംഘടിപ്പിക്കണം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്നുള്ളത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒരുപോലെ സർക്കാർ അറിയിക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ടു. പക്ഷേ ഇന്ന് എന്താണ് സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനം. വകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറിക്ക് ചുമതല നൽകിക്കൊണ്ട് ആ ബോർഡ് പിടിച്ചെടുക്കാനുള്ളൊരു നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. അതിനുള്ള തിരിച്ചടിയാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത്. പുതിയ സാഹചര്യത്തിൽ എന്താണ് ഇനി അവരുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നുള്ളത് ആണ് ഇനി അറിയേണ്ടത്. പക്ഷേ സുപ്രീം കോടതിയിലും ഈ നിലപാട് അറിയിച്ച സാഹചര്യത്തിൽ അതിലൊരു മാറ്റം വരാൻ ഇടയില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് കോടതി, ഡിവിഷൻ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ 15-ാമത്തെ ഇനമായാണ് ഈ കേസ് വരുന്നത്. നേരത്തെ ഈ വിധി വന്ന സാഹചര്യത്തിൽ ഈ ഷോൺ ജോർജിൻ്റെ ഹർജിയെ സംസ്ഥാന സർക്കാർ പിന്തുണച്ച ഘട്ടത്തിൽ വഖഫ് ബോർഡ് ചെയർമാൻ അടക്കമുള്ളവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. മുസ്ലിം ലീഗിൻ്റെ ഇക്കാര്യത്തിലുള്ള ഇരട്ടത്താപ്പ്, സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള ഇരട്ടത്താപ്പൊക്കെ അന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിലൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തി. ഈ ഷോൺ ജോർജിൻ്റെ ഹർജിയിലെ ഈ ആവശ്യങ്ങൾ കോടതിക്ക് മുമ്പാകെ വരുന്നതിന് മുൻപ് തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ഇതേ ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിച്ചതാണ്. ഹൈക്കോടതിയുടെ പരിഗണനയിൽ 4 ഹർജികളുണ്ട്. ഈ 4 ഹർജികളിലും ഒരേ ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിപ്പോൾ BJP നേതാവിൻ്റെ ആണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ ആണെങ്കിലും ഒരേ ആവശ്യം തന്നെ ഈ ഹർജിയിൽ, 4 വ്യത്യസ്ത ഹർജികളാണെങ്കിലും ആവശ്യം ഒന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ഒരേ മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ കോടതിയിൽ ഇങ്ങനെ ഒരു ഹർജി വന്നത് എന്ന സംശയം വഖഫ് ബോർഡ് ചെയർമാൻ മുന്നോട്ട് വയ്ക്കുകയുമുണ്ടായി. അപ്പോൾ സംഘപരിവാർ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായി സംസ്ഥാന സർക്കാരും മുസ്ലിം ലീഗും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ഇന്ന് അതൊരിക്കൽ കൂടി കോടതി പരിഗണിക്കുമ്പോൾ വലിയ പ്രാധാന്യം ഈ വിഷയത്തിനുണ്ട്. എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്
എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കുകയാണ്. പക്ഷേ യെസ്, താങ്ക് യു ഉമേഷ്. എന്തായാലും 15ാമത്തെ കേസായിട്ടാണ് ഇന്ന് ഹൈക്കോടതി ഇത് പരിഗണിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് തന്നെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ. നിർണായകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത് എന്നതും ഉറപ്പാണ്. കാരണം BJPയുടെ നേതാവ് നൽകുന്ന ഒരു ഹർജിയിൽ സംസ്ഥാന സർക്കാർ അത് UDF സർക്കാർ പിന്തുണയ്ക്കുന്നു. ഒപ്പം തന്നെ UDFന്റെ ഈ വിഷയത്തിലെ മുൻ നിലപാടിൽ നിന്നൊരു മാറ്റം അവർ വരുത്തുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലീഗിനടക്കം ഈ വിഷയത്തിലുള്ള ഇരട്ടത്താപ്പ് കൂടി പുറത്തേക്ക് വരുന്നതായി മാറുകയാണ് ഈ ഒരു വിഷയം. എന്തായാലും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നടക്കം സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഏറ്റത്. വകുപ്പ് സെക്രട്ടറി ഉപയോഗിച്ചുകൊണ്ട് ഈ വഖഫ് ബോർഡിനെ നിയന്ത്രിക്കാമെന്ന തരത്തിലേക്കൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് നടത്തിയ നീക്കം, അതിനുകൂടിയാണ് വലിയ തിരിച്ചടി ഏറ്റത്. എന്തായാലും ഇന്ന് കേസ് ഹൈക്കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ എന്തായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്നത് നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. കാരണം സുപ്രീം കോടതിയിലും നേരത്തെ ഹൈക്കോടതിയിലും സ്വീകരിച്ച നിലപാടിൽ നിന്ന് വിഭിന്നമായിട്ടൊരു നിലപാടിലേക്ക് ഇനി പോകാൻ എന്തായാലും സംസ്ഥാന സർക്കാരിന് സാധിക്കുകയില്ല. എന്തായാലും സംഘപരിവാർ താല്പര്യങ്ങൾക്കൊക്കെ കീഴ്പ്പെട്ട് മുന്നോട്ട് പോകുന്ന നിലയാണ് നിലവിൽ എന്തായാലും സംസ്ഥാനത്തെ UDF സർക്കാർ സ്വീകരിക്കുന്നതും എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.